ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി, നമുക്ക് വേണമെങ്കിൽ ഒരു ഓംലെറ്റ് റെസിപ്പി എന്ന് പറയാം. ഇതിന് നമ്മൾ എഗ് ഫ്രിറ്റാറ്റ എന്നാണ് പറയുന്നത്. നമ്മളിന്ന് വെജിറ്റബിൾ മാത്രം ആഡ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ഒരു എഗ് ഫ്രിറ്റാറ്റയാണ്. സാധാരണ ഓവനിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കിന്ന് പാനിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. Hope you like it. അപ്പോൾ ഫ്രിറ്റാറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാൻ എടുക്കേണ്ടത്. തീരെ പരന്ന പാൻ എടുക്കൽ. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യുവാണ്. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/4 കപ്പ് നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഒരു 1/4 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു മുട്ടേൻ്റെ മാത്രമാണ് മഞ്ഞയും അതുപോലെ എഗ് വൈറ്റും യോക്കും എടുത്തിട്ടുള്ളത്. ബാക്കി 2ത്തിൻ്റെ എഗ് വൈറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മുട്ട കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു മുട്ട മാത്രമാണ് ഫുള്ളായിട്ട് എടുത്തിട്ടുള്ളത്. മറ്റേത് എഗ് വൈറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ എഗ്ഗായിട്ട് 3 എടുക്കാം, അല്ലെങ്കിൽ 3 എഗ് വൈറ്റ് മാത്രമായിട്ട് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതോടൊപ്പം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇനി നമുക്കിത് വെജിറ്റബിൾസൊക്കെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഒരു 1/4 ടീസ്പൂൺ എണ്ണയും കൂടെ ഇങ്ങനെ സൈഡിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ്. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫുള്ള് സ്പ്രെഡായി വരാൻ വേണ്ടി നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മുട്ട ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1 to 2 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കുക്കായി കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 1 മുതൽ 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഫ്ലെയിമിൻ്റെ ഹീറ്റ് അനുസരിച്ചിട്ട് കുക്കായി വരും. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, എന്നാലും മൊത്തം വേഗാണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വെജി എഗ് ഫ്രിറ്റാറ്റ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാൻ വേണ്ടിയിട്ട്, ഇത് നമ്മൾ അല്ലാണ്ട് എടുത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതുപോലെ ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വെജി എഗ് ഫ്രിറ്റാറ്റ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെയിറ്റ് ലോസിനൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഈവൻ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കഴിക്കുവാണെങ്കിൽ നമുക്ക് വേറൊരു മീലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സിനെ മെയിലിലൂടെയും കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഹെൽത്തി റെസിപ്പീസുമായി കാണാം. Take care. Bye.